ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. ഇപ്പോൾ സണ്ണി ജോസഫിന്റെയും പ്രതികരണം കേട്ട് കാണുമല്ലോ. PV അൻവർ ഒരു ഫാക്ടറാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ അൻവർ ആവശ്യപ്പെട്ട പോലെ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കാതിരിക്കുന്നതിന് ഇപ്പോൾ തടസ്സം ആരാണ് രഞ്ജിത്ത്? സുജിയ, അങ്ങനെ തടസ്സം നിൽക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ചില പടലപ്പിണക്കങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും PV അൻവർ മുന്നണിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരൊക്കെ പരസ്യമായി തന്നെ അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. മുന്നണിയിലെ പ്രബല രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ മുന്നണിയിലേക്കെടുത്ത് വളരെ സുഖകരമായി നിലമ്പൂർ ജയിച്ച് കയറുക എന്നുള്ളതാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയ പ്രസക്തിയുള്ള മണ്ഡലമാണ്. അവർക്ക് UDF-നെ സംബന്ധിച്ച് സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താനുള്ള ഒരു തുറന്ന വാതിൽ ആയിട്ടാണ് നിലമ്പൂരിനെ അവർ കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ജയിച്ചു കയറണമെങ്കിൽ PV അൻവറിന്റെ പിന്തുണ അത്യാവശ്യമാണ്. PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ അത് സ്പോയിലറായി മാറാൻ പോകുന്നത് UDF-നായിരിക്കും. പ്രത്യേകിച്ച് നിലമ്പൂരിൽ STPI ഒക്കെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ STPI കുറച്ച് വോട്ടുകൾ, വളരെ കുറച്ചാണെങ്കിലും ആ വോട്ടുകൾ പിടിക്കുന്നത് അത് UDF-നെ ബാധിക്കും. മറ്റൊരു സ്പോയിലർ ഫാക്ടറായി PV അൻവർ കൂടി വന്നാൽ ഉറപ്പായും അത് UDF-ന്റെ ജയത്തെ ബാധിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ UDF അത്തരത്തിലൊരു സ്പോയിലർ ഫാക്ടർ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ PV അൻവറിന്റെ ഒന്നോ രണ്ടോ വാക്കുകളുടെ ഉത്തരവാദിത്തം മാത്രം പുറത്ത് PV അൻവറിനെ ഈ UDF-ന്റെ പടിക്ക് പുറത്ത് നിർത്താം എന്ന് ആഗ്രഹിക്കുന്നത് UDF-ലെ കുറച്ച് നേതാക്കന്മാർ മാത്രമാണ്. KC വേണുഗോപാൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് UDF-ൽ മൊത്തത്തിലുള്ള ഒരു ചിന്ത. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് വിജയിച്ചു കയറിയേ പറ്റൂ, അത് ഏത് വിധേനയും എന്നുള്ളത് UDF-ന്റെ മൊത്തത്തിലുള്ള തീരുമാനമാണ്. അതിന് തടസ്സമാകുന്ന ഒരു കടുംപിടുത്തത്തിനോ ഒരു ദുർവാശിക്കോ ഈ നിലമ്പൂരിൽ ഇടമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം PV അൻവർ നിലമ്പൂരുകാരനാണ്. 2016 മുതൽ നിലമ്പൂരിലെ MLA ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ മുന്നണിയുടെയോ പിന്തുണ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു 5000-നും 10,000-നും ഇടയിലൊക്കെ വോട്ടും നിലമ്പൂരിൽ പിടിക്കാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ലീഡറാണ്. അത്